ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പെണ്ണെന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? ഇതൊന്നും തിന്നാറില്ലേ? ഇത് എന്ത് തിന്നാലും ഇങ്ങനെ കോല് പോലെയാണ് ഇരിക്കുന്നത്. തീപ്പെട്ടിക്കൊള്ളി, കോലാപ്പി എന്ന് വേണ്ട എന്തൊക്കെ ഒരു മെലിഞ്ഞ ഒരാളെ എന്തൊക്കെ ആക്ഷേപിക്കാൻ പറ്റുമോ അത്ര ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാട്ടോ ഞാൻ. അത്രത്തോളം ആക്ഷേപങ്ങൾ എനിക്ക് കേട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ തടിക്കാറില്ല, തടി വെക്കുന്നില്ല. അതന്നെ വളരെ ചെറുപ്പം തൊട്ടേ, വളരെ 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ ഒരു സമയം തൊട്ടേ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാട്ടോ ഈ പരിഹാസങ്ങൾ. ഈ വീഡിയോ നിങ്ങളെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും മിക്കവാറും ഇത്തരത്തിലെ ആക്ഷേപങ്ങൾ കേട്ടിട്ടാവാൻ ചാൻസ് ഉണ്ട്. മെലിഞ്ഞിട്ടാണോ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത്തരം ആക്ഷേപങ്ങൾ കേൾക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനൊരു ഉദാഹരണം കേട്ടോ, ഞാൻ എനിക്ക് ഒരുപാട് നാട്ടുകാരുടെ സൈഡിൽ നിന്നായാലും കുടുംബക്കാരുടെ സൈഡിൽ നിന്നായാലും ക്ലാസ്മേറ്റ്സ് ആയാലും ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എന്ത് വന്നാലും എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത്. നിങ്ങൾ തന്നെ പറഞ്ഞാൽ എനിക്കിതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അങ്ങനെ കാണുന്നവർക്ക് എനിക്ക് വലുതായിട്ട് ബാധിച്ചിട്ട് തോന്നുന്നില്ല. പക്ഷെ ഉള്ളിൽ നല്ല പോലെ വിഷമമുണ്ട്. സ്വാഭാവികമല്ല, നമ്മളെ നോക്കിയത് എങ്ങനെ ഇരിക്കുന്നത്, മെലിഞ്ഞിരിക്കുന്നത്, എന്നിട്ടാലും ഒരു വേനല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ നല്ല വിഷമം, പ്രത്യേകിച്ച് പെൺകുട്ടിയാണ്, നല്ല വിഷമം വരും. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ചിത്രം ഞാൻ പുറത്ത് കാട്ടിട്ടാണ് നടക്കാറ്. നല്ല പോലെ എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ പീരീഡ് ഒക്കെ ഞാൻ എന്തൊക്കെയോ കഴിക്കാൻ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധാരണ ഫാമിലി, വളരെ നോർമൽ ചില അത്രയും ലോ ലെവലുള്ള ഫാമിലി. ഞാൻ അങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ച് തടി വെക്കാനൊന്നും പറ്റും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല ഞാൻ വളർന്നത്. സാധാരണ നമ്മുടെ ചോറും കറക്കുക വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം വരും, ചെറുതായിട്ട് സ്കൂൾ വലിയ തടിക്കും നല്ല ചെറിയൊരു ചേഞ്ചസ് വരും, ഒരു ചെറിയൊരു വെയിറ്റ് കൂടാൻ എന്തെങ്കിലും. സ്കൂൾ പറഞ്ഞാൽ പിന്നെയും അതൊക്കെ പോയി പോകും. ഇത് വളരെ ചെറുപ്പം തൊട്ടേ സ്ട്രെസ് അനുഭവിക്കുന്ന ആളും കൂടെ. ചെറിയ കാര്യങ്ങൾ മുതലേ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അതൊക്കെ ഒരു വേറൊരു പാർട്ടാട്ടോ. അത് ഈ തടിയായിട്ട് ബന്ധം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം പലപ്പോൾ സ്ട്രെസ്സൊക്കെ വളരെ ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യം. ആവശ്യമില്ലാതെ നമ്മുടെ മേലെ കുതിര കയറുമല്ലോ പലരും, ചാഞ്ഞെടുക്കുന്ന മുമ്പിലേക്ക് എല്ലാവരും താല്പര്യം ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഫാമിലി റിലേറ്റീവ്സിന്റെ ഭാഗത്തുനിന്നായാലും ഫാമിലി നമ്മൾ വളരെ അടുത്ത് കിടക്കുന്ന ആൾക്കാർ വരെ എന്നെ നോക്കി പരിഹസിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ തടി എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, അതിന് എൻ്റെ വല്യമ്മ, എൻ്റെ അമ്മേൻ്റെ ചേച്ചി പറയുന്നത് അതൊക്കെ ശരിയായിക്കോളും, അതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളും, ഒരു പ്രസവിച്ച കുട്ടിയമ്മ പറയുന്നത് അതൊക്കെ വലുതായി ശരിയാവും, കല്യാണം കഴിഞ്ഞാൽ ശരിയാവും, ഒരു പ്രസവമൊക്കെ കഴിഞ്ഞാൽ ശരിയാവും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ട് എവിടെയും പോയി പ്രസവിച്ചിട്ട് വന്നാലും കുട്ടിയല്ലേ, അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാവും. കാരണം ഇതിങ്ങനെ കേൾക്കാൻ വയ്യ, സഹിക്കാൻ വയ്യ ഈ പരിഹാസം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അറിയില്ലല്ലോ, ചെറിയ പ്രായമാണല്ലോ. അപ്പോൾ ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ചിന്തിച്ചത് നമ്മൾ പെൺകുട്ടികൾക്ക് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ശരീരത്തിന് മാറ്റം വരുന്ന ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ കൃത്യമായിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണോ ഞാൻ ഇങ്ങനെ മെലിഞ്ഞു പോയെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ വല്ലാത്തൊരു സ്റ്റേജാണ് എനിക്ക് കടന്നു പോയത്. എൻ്റെ അത്ര സുഖകരമല്ലാത്തൊരു കാലഘട്ടമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ച സമയം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ തടിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ തടിയല്ല ഒരു മനുഷ്യന് വേണ്ടത്, തടിയല്ല മെയിൻ എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടതിന് ശേഷം കേട്ടോ. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ഏട്ടനെ കണ്ടതിന് ശേഷമാണ് ഒരു മനുഷ്യന് തടിയല്ല വേണ്ടത്, തടിയല്ല ഒരു മനുഷ്യന് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഏട്ടനാണ് മനസ്സിലാക്കി തന്നത്. എന്താ മെലിഞ്ഞിട്ടാണെങ്കിൽ എന്താ കുഴപ്പം? ഏട്ടൻ മെലിഞ്ഞിരിക്കുന്ന കേട്ടോ. ഏട്ടനോട് എന്തിനാ തടിക്കാൻ വേണ്ടി ഇങ്ങനെ ചക്രശ്വാസം വലിക്കാൻ ടെൻഷൻ അടിക്കുന്നത് എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്കൊരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഭംഗിയിലൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി തടിയൊക്കെ വേണമല്ലോ. എൻ്റെ ഒരു റിലേറ്റീവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെ മോശം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറയുന്നില്ല, വളരെ മോശം എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഒരു റിലേറ്റീവ്. അപ്പോൾ ഞാൻ ഏട്ടൻ വന്നതിന് എനിക്ക് കോൺഫിഡൻസ് കൂടി, നല്ല കോൺഫിഡൻസ് ഡൗൺ ആയിട്ടുള്ള ഒരാളായിരുന്നു. അതിൻ്റെ ഹെൽത്തിനെ കൊണ്ട് മെലിഞ്ഞതിനെ കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ലോ ഉള്ള ഒരാളായിരുന്നു. ഏട്ടൻ വന്നതിന് ശേഷമാണ് തടിയൊന്നും നല്ല ഒരു മനുഷ്യൻ്റെ വിഷയം എന്നുള്ള മനസ്സിലാക്കിയത്. 2 ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാറ്റം ഉണ്ടായില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് വലിയ മാറ്റം ഉണ്ടായില്ല. അവരൊക്കെ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞാൽ മാറ്റം എന്നാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ വലിയ ട്രാജഡി ചെയ്തുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും അതിൽ ഒന്നുകൂടി ക്ഷീണിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ ഡെലിവറിൻ്റെ സമയത്ത് ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ ഒഴിച്ചിലാണ് പോയത്. നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവല്ലോ ട്രീറ്റ്മെൻറ്റ്, അതിനാണ് പോയത്. അവിടെ പോയ സമയത്തും അവിടെ ചേച്ചിമാരോട് ചോദിക്കുന്നു, മോളെ തരുന്ന ഫുഡൊക്കെ നീ കഴിക്കുന്നില്ലേ, പിന്നെ എന്താ നിന്റെ ദേഹത്തൊന്നും പിടിക്കാത്ത അവർ എന്നോട് ചോദിച്ച അവസ്ഥ ഉണ്ടായിട്ട്. പിന്നെ ഞാനത് അങ്ങനെ വിട്ടു. ഫീഡിംഗ് ഒക്കെ എന്തായാലും നമ്മൾ ക്ഷീണിച്ച് പോകും. മൂത്ത ആളെ ഡെലിവറി ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഏട്ടനോട്, ഈ കുട്ടിക്ക് പ്രസവിക്കാനുള്ള ആരോഗ്യമില്ലല്ലോ. കാരണം ഞാൻ വെയിറ്റ് വെക്കുന്നില്ല, ക്ഷീണം പിടിക്കുക, പിന്നെ ജോലിയും റെസ്റ്റ്. പ്രഗ്നൻസി അത്ര സുഖകരമല്ലായിരുന്നു എനിക്ക്. ഹെൽത്ത് വൈസ് അല്ലോ പറയുന്നത്, അല്ലാണ്ട് ആൾക്കാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ പ്രഗ്നൻസി ഡെലിവറി എനിക്ക് ഒട്ടും സ്മൂത്ത് അല്ലായിരുന്നു, രണ്ടും അത്ര സ്മൂത്ത് അല്ലായിരുന്നു. 2ാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് എന്തെങ്കിലും ചേഞ്ച് വരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ത് ചെയ്തിട്ട് മാറില്ല. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടോ, ഇങ്ങനെ മതി, ഇതല്ലേ ഇതിനെന്താ തകരാറ്, എന്താ നീ എങ്ങനെ ഇരുന്നാലും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഭയങ്കര കോൺഫിഡൻസ് തരും ഏട്ടൻ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ച് ചെറിയൊരു ചേഞ്ചസ് വരുത്തണം ഞാൻ ചിന്തിച്ചു. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ണാടിന് മുന്നിൽ നോക്കുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ്. കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കുന്ന സാരി എടുക്കാനെങ്കിൽ ഭയങ്കര ഇഷ്ടം. സാരി എടുക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുറച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്തി. കൃത്യമായി ഫുഡ് കഴിക്കണം, ഈ ഫീഡിംഗ് ഉള്ളതാണ്, നല്ലോണം ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. പക്ഷേ എന്ത് കഴിച്ചാൽ ദേഹത്ത് പിടിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ കുറേ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു, എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ മാറ്റങ്ങൾ വരും എന്നുള്ളത്. അങ്ങനെ കുറേ ഷേക്കുകൾ ഇങ്ങനെ വന്നു. കുറേ ഷേക്കുകൾ ഉണ്ട് ഇതിൽ. ഏത് ഷേക്ക് ഞാനിപ്പോൾ എടുത്ത് പരീക്ഷിക്കാൻ എനിക്ക് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ സാധാരണക്കാരാണ്, കുറേ പൈസേൻ്റെ സാധനങ്ങളൊന്നും വാങ്ങി നമുക്ക് ഉണ്ടാക്കി കുടിക്കാനും കഴിക്കാനൊന്നും പറ്റില്ല. ഇതൊന്നോ 2 ദിവസം കഴിച്ചാൽ പറ്റില്ല, കുറച്ച് കാലത്തേക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട സാധനമല്ലേ. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഷേക്ക് ആക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കടന്നത് തന്നെ. ഞാൻ പിന്നീട് പറയുന്നു, തടിക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യമൊന്നുമല്ല, തടിയല്ല ജീവിതത്തിൽ വേണ്ടത്. അതാണ് യാഥാർത്ഥ്യം. കല്യാണത്തിന് മുന്നേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു, ഒരു മനുഷ്യന് വേണ്ട ഒരു സാധനം ആരോഗ്യം, ആരോഗ്യം നല്ല തടിച്ചിരിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് വില കിട്ടുള്ളൂ എന്ന് ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ ഏട്ടനെ കണ്ടതിന് ശേഷം ഞാൻ തീരുമാനത്തിൽ മാറ്റിയത്. ഇപ്പം എന്താ പിന്നെ എങ്ങനെ ചിന്തിച്ചതെന്ന് ചോദിക്കേണ്ട, എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു തിരി തടിച്ച് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല ചില കാര്യങ്ങൾ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത് കഴിച്ചിരുന്നത്. കൃത്യമായിട്ട് ഞാൻ 3 മാസം ഈ ഒരു ഷേക്ക് ഞാൻ കുടിച്ചു. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായി. തടിച്ച് വീർത്തുന്നല്ലോ പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്തു. വെയിറ്റ് എനിക്ക് 38-37 നിന്നിരുന്ന ഞാൻ എനിക്ക് 40 എബവ് ആയി തുടങ്ങി വെയിറ്റ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വർക്ക് ആവുന്നുണ്ട്.
ഇത് കുടിച്ചൊക്കെ ഞാൻ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം കുടിച്ച പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു. ഞാൻ ഇപ്പോൾ വരെ അത് കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചേരം നിർത്തിയാലും ചിന്തിക്കുന്നുണ്ട്. കാരണം എനിക്ക് 53 എബോ ആയിട്ടുണ്ട് എനിക്ക് വെയിറ്റ്. കുഴപ്പമില്ല, എൻ്റെ ഒരു ഹൈറ്റിനുള്ള വെയിറ്റ് ആയി എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്താലും ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ അവൾ നല്ല തടിയുള്ള ആളായിരുന്നു. കുറച്ച് ചെറിയ ഇഷ്യൂസ് കാരണം അവൾ മെലിഞ്ഞ് പറ്റ മെലിഞ്ഞ് പോയി. പിന്നെ അവൾ എന്ത് കഴിച്ചിട്ട് അവൾ തടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ ഈ ഷേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കും ഇതുപോലെ വെയിറ്റ് കുടിച്ച് പെട്ടെന്ന് കൂടി 3, 4, 5 മാസം കുടിച്ചതിന് ശേഷം അവർക്ക് നല്ല വെയിറ്റ് വെക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല അത് എല്ലാവർക്കും വർക്കാണ്. കാരണം ചില ഫുഡൊന്നും എല്ലാവർക്കും വർക്കായിക്കോണമെന്നില്ല. അപ്പോൾ അവർക്ക് വർക്കാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും. ഇല്ല എന്ന് പറഞ്ഞ ഒരുപാട് പെൺകുട്ടികളുണ്ടോ, പരിഹാസങ്ങൾ കേൾക്കുന്ന പെൺകുട്ടികളുണ്ടോ, ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഒന്ന് വണ്ണം വെക്കണം ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ടോ, അവർക്കൊക്കെ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഷേക്ക് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഷേക്കിന് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് പോയി ഈ ഒരു കപ്പിൽ നിറച്ചും പാലെടുക്കും കേട്ടോ. തിളപ്പിച്ച പാൽ ഈ ഒരു കപ്പ് നിറച്ചെടുത്തിട്ട് ഞാൻ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പഴം, നേന്ത്രപ്പഴം, നല്ല വലിയ പഴമാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി എടുക്കും. ചെറിയൊരു പഴമാണെങ്കിൽ അത് ഫുൾ എടുക്കും കേട്ടോ. അത് വട്ടത്തിൽ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ, പീനട്ട് ബട്ടർ. അതൊരു സ്പൂൺ നിറച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഇത് ഓപ്ഷനല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാവുന്ന സാധനമാണ്. ഞാനിത് കുടിച്ച് ശീലിച്ചതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഫീഡിങ്ങുള്ള സമയത്ത് ഞാൻ കുടിച്ചതാണ്. മൾട്ടിഗ്രെയിൻ ഓട്സാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കുടിക്കുക കേട്ടോ. പാൽ ഇഷ്ടമല്ലാത്ത ആളുകൾ വരെ ഇത് കുടിച്ചോ, അത്രയ്ക്കും റിച്ച് ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് കുടി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് അഫോർഡ് ആയിട്ടുള്ള സാധനങ്ങൾ വലിയ ഒരുപാട് പൈസ സാധനങ്ങളില്ല. പീനട്ട് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ കുറേ കാലം നമുക്ക് ഒരു മാസത്തിന്റെ മുകളിലൊക്കെ നിൽക്കും. ഒരു സ്പൂണേ നമ്മൾ എടുക്കുന്നുള്ളൂ പീനട്ട് ബട്ടർ. പിന്നെ പഴമാണെങ്കിലും നമ്മൾ ഹെൽത്തിയാണ്, നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനമാണ്, പാൽ ഓൾറെഡി ഉണ്ടാവും. പിന്നെ ഓട്സ് അതെനിക്ക് കിട്ടുന്നത് കേട്ടോ, മൾട്ടിഗ്രെയിൻ ഓട്സ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ല നിങ്ങൾക്ക് നോർമൽ ഓട്സ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഓട്സ് വേണമെന്നില്ല കേട്ടോ, അതൊരിക്കലും നിർബന്ധം ഞാൻ പറയുന്നില്ല ഓട്സ് വേണമെന്നുള്ള. ഈ 3 സാധനങ്ങളായി തന്നെ അടിപൊളി ആട്ടോ ഈ ഷേക്ക്. കുടിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ, അതാണ് വേറെ യാഥാർത്ഥ്യം. ഈ പൊതുവെ പാൽ ഇഷ്ടമല്ല കുടിക്കാൻ, പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് പാലിന്റെ ഫ്ലേവർ വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇത് കുടിച്ച് നിങ്ങൾക്ക് നല്ല ഒരു 4-5 മാസം കുടിച്ച് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പോഴേ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നില്ല. കാരണം നമ്മൾ എന്ത് കാര്യം നമുക്ക് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെയൊക്കെ ഷെയർ ചെയ്യും. ഞാനാണെങ്കിലും അങ്ങനെയാണ്, എനിക്ക് ഇത്ര നല്ലൊരു ചേഞ്ച് വന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഫോട്ടോസ് തന്നെ കണ്ടാൽ ഞാൻ ആ തമ്മിലിട്ട ഫോട്ടോ തന്നെ ഒരു ഇയറിൽ എടുത്ത ഫോട്ടോസ്, അത് ഫസ്റ്റും ലാസ്റ്റ് ആയിട്ട്. കാരണം എനിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. സ്കിന്നാണ്, മുഖത്തൊക്കെയാണ് കവളൊക്കെ നല്ല ഒട്ടിപ്പോയ കവളാണ്. കവളൊക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടുത്തെ എല്ലൊക്കെ പോയി, ഇവിടുത്തെ എല്ലൊക്കെ നല്ലോണം കാണും. തെല്ലില്ല, കൈയാണെങ്കിലും കാലാണെങ്കിലും ഒക്കെ ഒരു വണ്ണം വെച്ച് വെയിറ്റ് കൂടി, അതിനാണ് യാഥാർത്ഥ്യം. അപ്പോൾ തടിക്കുക എന്നുള്ളതല്ല അൾട്ടിമേറ്റ് കാര്യം കേട്ടോ, അതാദ്യം മനസ്സിലാക്കുക. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ ഇതിൻ്റെ അത്യാവശ്യം ഒരു തടി വേണം. ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പെൺകുട്ടികളല്ലേ, നമുക്കൊരു അത്യാവശ്യമാണ് ഒരു ഇത്തിരി തടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, മറ്റുള്ളവരെ കാണിക്കാനല്ല നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണല്ലോ. അപ്പോൾ ഇനി എന്തായാലും എല്ലാവരും ഷേക്ക് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ